നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ചർച്ച ചെയ്തൊരു കാര്യത്തിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അന്ന് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ ലോകത്താകമാനമുള്ള തൽപര കക്ഷികൾ കടന്നാക്രമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ തരത്തിൽ ലോകമാസകലം ആക്രമിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. എന്തുകൊണ്ട് കമ്മ്യൂണിസം ആക്രമിക്കപ്പെടുന്നു? എന്തുകൊണ്ട് തൽപര കക്ഷികൾക്ക് കമ്മ്യൂണിസം ഒരു ശത്രു ആശയമായി മാറി? അഥവാ എന്തുകൊണ്ട് ഒരു ശത്രുതാ മനോഭാവം കമ്മ്യൂണിസം എന്ന ആശയത്തോട് ലോകത്താകമാനമുള്ള പിന്തുണപ്പൻ മുതലാളിത്ത തൽപര കക്ഷികൾക്ക് എന്തുകൊണ്ട് വന്നു ചേർന്നു? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഇതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്നത് തന്നെയാണ്. അത്തരമൊരു പ്രത്യയശാസ്ത്രം ലോകത്ത് വളർന്നു വരുന്നത് സമ്പന്ന കുത്തക രാജ്യങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ശക്തികൾക്കോ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ തകർത്തുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്തെ കുത്തക മുതലാളിത്ത രാജ്യങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അതിലാദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ്. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്? എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്? നമ്മുടെ ചരിത്രകാരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ അഥവാ സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ. അമേരിക്ക പോലെയുള്ള ലോക മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഒരു ശത്രു തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ വൻ ശക്തിയായി നിലനിൽക്കുമ്പോൾ ഒരിക്കലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് അമേരിക്കയെ പോലെയുള്ള കുത്തക മുതലാളിത്ത രാജ്യങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതായിരുന്നു. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. നമ്മൾ വിചാരിക്കുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്തുള്ള പ്രജകൾക്ക് ആ സംവിധാനത്തിനോടുള്ള എതിർപ്പ് കൊണ്ടോ അതൃപ്തി കൊണ്ടോ അല്ല ആ രാജ്യം ശിഥിലമായി പോയത്. മറിച്ച് അമേരിക്കയുടെ ചാരസംഘടനയായ CIA പോലെയുള്ള ഏജൻസികൾ സോവിയറ്റ് യൂണിയൻ്റെ വിവിധ സോവിയറ്റുകളിൽ നുഴഞ്ഞു കയറുകയും അവിടെ കുപ്രചരണം നടത്തുകയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്ത് ഈ ജനവിഭാഗങ്ങളെ സോവിയറ്റ് ഭരണകൂടത്തിനെതിരെ തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ ഹിതപ്രകാരം രാജ്യത്തെ വിവിധ സോവിയറ്റുകൾക്ക് പരമാധികാരം കൊടുക്കേണ്ടതായ ഒരവസ്ഥയിൽ അവർ വന്നെത്തുകയാണ് ഉണ്ടായത്. ജോർജിയ, അസർബൈജാൻ മുതലായ രാജ്യങ്ങൾ ഞങ്ങൾക്ക് സ്വയംഭരണം വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് രംഗത്ത് വന്നു. അവർക്ക് അമേരിക്കയുടെ ഏജൻസിയായ CIA, മറ്റ് മുതലാളിത്ത രാജ്യങ്ങളുടെ ഏജൻസികൾ
ലോകത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങളും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം പിന്തുണ കൊടുക്കുകയും അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ് ഈ രാജ്യത്തിനെ ശിഥിലമാക്കി കളഞ്ഞത്. അതിന് മുതലാളിത്ത രാജ്യങ്ങളോട് അനുഭവമുള്ള ഗോർബച്ചേവ് എന്ന ഒരു ഭരണാധികാരി അവിടെ അധികാരത്തിൽ വന്നത് ഇവരെ സംബന്ധിച്ച് ഒരു അനുകൂല അവസ്ഥയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി സോവിയറ്റ് യൂണിയൻ അഥവാ ലോകത്തെ അമേരിക്കയെക്കാളും മേലെയുള്ള വൻശക്തിയായിട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ശിഥിലമായി പോയി. പിന്നെ അല്ലറ ചില്ലറ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ വേറെയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ വർത്തമാനകാലത്ത് നമുക്കറിയാവുന്നതാണ് ബൊളീവിയ, വെനീസുല മുതലായ സോവിയറ്റ് രാജ്യങ്ങളെ, തെക്ക് കിഴക്കൻ അമേരിക്കൻ രാജ്യങ്ങളെ ശ്വാസം മുട്ടിച്ച് ഉപരോധം നടത്തി എങ്ങനെയെങ്കിലും നിൽക്കക്കള്ളി ഇല്ലാതാക്കി തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയും കൂട്ടാളികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയുടെയും അവസ്ഥ. ചൈനയെ അവർക്ക് തൊടാൻ പേടിയാണ്, തൊടാൻ സാധ്യമല്ല. ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായാൽ അത് ഏത് തരത്തിലായാലും വൻ തിരിച്ചടി ഉണ്ടാകും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു, അമേരിക്കയുടെ കൂട്ടാളികൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ തന്ത്രം എന്താ? ചൈന എന്ന് പറയുന്ന രാജ്യത്ത് വലിയ സ്വേച്ഛാധിപത്യമാണ് നടക്കുന്നത്, വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് തുടങ്ങിയ നിലക്ക് പ്രചരണം നടത്തി ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ചൈനയ്ക്കെതിരെ അണിനിരത്തി ചൈന എന്ന രാജ്യത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പദ്ധതികളാണ് അമേരിക്ക ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ ചൈനക്ക് അമേരിക്കയെ പോലെയുള്ളവരുടെ കുതന്ത്രങ്ങളെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണ് സ്ഥിതി? പശ്ചിമ ബംഗാൾ, ആ സംസ്ഥാനത്ത് 25 വർഷം അധികാരമേറിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ സംഘപരിവാരങ്ങളും കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ കക്ഷികളുമെല്ലാം കൂടിച്ചേർന്ന് ഒരുപാട് നാളത്തെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ആ ഭരണകൂടത്തെ പശ്ചിമ ബംഗാളിൽ അട്ടിമറിച്ചു, ആ സംവിധാനത്തെ ഇല്ലാതാക്കി. ഇന്ന് പശ്ചിമ ബംഗാളിലെ സ്ഥിതി എന്താണ് നമുക്കറിയാം. ആകെ നാശകോശമായി കിടക്കുന്നൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കമ്മ്യൂണിസ്റ്റ് ഭരണം പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ആകപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇന്ന് ബംഗാളികൾ നമ്മുടെ കേരളത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും വന്ന് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് സംഘപരിവാറും കോൺഗ്രസും അടക്കമുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഏതായാലും ബംഗാൾ എന്ന സംസ്ഥാനത്ത് ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളഞ്ഞു. നിലവിൽ ഒരു നിശ്ചലാവസ്ഥയിലാണ്. ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജീവൻ വെച്ച് തിരിച്ചു വരുന്നൊരു കാഴ്ച സമീപ ഭാവിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിന് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുമില്ല. ത്രിപുര എന്ന സംസ്ഥാനത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. യുവാക്കളെയൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ മുതലായ സംവിധാനങ്ങൾ അവർക്ക് സൗജന്യമായി കൊടുത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിച്ചു. ഇനി ഈ പിന്തിരിപ്പന ശക്തികളുടെ കണ്ണിലെ കരടായി നിൽക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി തകർത്ത് കളഞ്ഞാൽ ഈ സംഘപരിവാരങ്ങളുടെയും ഈ കോൺഗ്രസ് പോലെയുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ കക്ഷികളുടെയും ശക്തികളുടെയും ലീഗ് പോലെയുള്ള വർഗീയ കക്ഷികളുടെയും ഒക്കെ സ്വപ്നം സാഫല്യമാകും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇവർ സകല മുറുക്ക് മൂർഖൻ പാമ്പുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം എന്നതല്ല അവരുടെ ടാർഗറ്റ്, മറിച്ച് CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അതിന് നിലവിൽ
കേരളത്തിലെ സംഘപരിവാരങ്ങൾ BJP, RSS മുതലായ സംഘടനകളൊക്കെ തന്നെ മുൻപന്തിയിലാണ്. അവർക്ക് കൂട്ടായി കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, മറ്റു വലതുപക്ഷ കക്ഷികളൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ അവരുടെ കയ്യിലാണ്. ശങ്കരൻ വക്കീലിനെ പോലെയുള്ള നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവരും രാഷ്ട്രീയ ചിന്തകരെന്ന് പറയുന്നവരുമൊക്കെ അവരുടെ കയ്യിലാണ്. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിലവിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശത്രുപക്ഷത്ത് അണിനിരന്നു കൊണ്ടുള്ളത് ഗംഭീരമായ അതിശക്തമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഇവരെല്ലാവരും കൂടി ഈ ഒരു സംഗതിയെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ എന്ത് വില കൊടുത്തും നിലനിർത്തണം എന്നൊരു ദൃഢനിശ്ചയമാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും കൈക്കൊള്ളേണ്ടത്. അതിനുവേണ്ടി അതിശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഒരു കാരണവശാലും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പിന്തിരിപ്പൻ ശക്തികളുടെ കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്.